ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഓണം എക്സാമിൽ EVS ആണ്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താലോ? അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് EVSൽ 3ാം ക്ലാസ്സിലെ ഫസ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ആക്ടിവിറ്റി 1 ആണ്. ആക്ടിവിറ്റി 1 include 2 questions. 2 questions കൊടുത്തിട്ടുണ്ട്, 1A and 1B. ഓക്കെ, അതിൽ ആൻസർ എനി വൺ കംപ്ലീറ്റ്ലി, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഫുൾ ആയിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 1A, പ്ലാന്റ്സ് ആൻഡ് പാർട്സ്. ഓക്കെ, plants prepare food they need in stems. Is this statement true or false? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? Plants prepare food they need in stems. ഓക്കെ, അപ്പം എന്താണ് പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്? എന്താണ്, സ്റ്റെം വഴിയാണോ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓക്കെ, പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ദേ നീഡ് ഇൻ സ്റ്റെംസ്. സ്റ്റെംസിലാണോ സാധാരണ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, അത് തെറ്റാണ്. എന്തിലാണ് പിന്നെ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ലീവ്സ് യൂസ് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് യൂസിങ് ദ ലീവ്സ് ആണ്, നോട്ട് സ്റ്റെം. അപ്പോൾ ഇവിടെ സ്റ്റെം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. എക്സാം ഇത് പിക്ചർ 1 and 2. ഇവിടെ പിക്ചർ 1ഉം കൊടുത്തിരിക്കുന്നുണ്ട്, 2ഉം കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ഈ പിക്ചർ ഒന്ന് എക്സാമിൻ ചെയ്താലോ. പിക്ചർ 1ൽ ഒരു ചെടി വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് ജാർ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിക്ചർ 2ൽ എന്താണ് സംഭവിക്കുന്നത്? പിക്ചർ 2ൽ ചെടി വെച്ചിട്ടുണ്ട്, ഗ്ലാസ് ജാറിൽ എന്ത് വെച്ചിട്ടുണ്ട്? വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ കുറച്ച് വാട്ടർ ആൻഡ് മിനറൽസ് ഈ വെള്ളത്തിലൂടെ ഈ പ്ലാന്റിന് കിട്ടുന്നുണ്ട്. ഓക്കെ, വാട്ട് ചേഞ്ചസ് വിൽ ഒക്കർ ഇൻ ദ മഷിത്തണ്ട് പ്ലാന്റ്സ് ആഫ്റ്റർ 2 days? റൈറ്റ് ദ റീസൺസ്. അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളതാണ് കൂട്ടുകാരോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്ലാന്റ് 1ൽ എന്താണ്? ഇവിടെ ഒരു സാധനവും ഇല്ല, വാട്ടറും മിനറൽസും ഒന്നുമില്ല. പക്ഷെ ഇവിടെ വാട്ടർ ഉണ്ട്. ഈ വാട്ടറിൽ നിന്ന് ഈ റൂട്ട്സ് വഴി ഈ പ്ലാന്റ് ഈ വാട്ടറിലെ മിനറൽസ് ഒക്കെ വലിച്ചെടുത്തിട്ട് അത് ഗ്രോ ചെയ്യും. ഇവിടെ വെള്ളം ഇല്ലാത്ത കാരണം ഇത് എന്ത് ചെയ്യും? ഈ പ്ലാന്റ് ഗ്രോ ചെയ്യില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം നോക്കിയാലോ കൂട്ടുകാരെ. പിക്ചർ 1ന്റെ കേസ് നമുക്ക് ഫസ്റ്റ് എഴുതാം. ദ മഷിത്തണ്ട് പ്ലാന്റ് വിൽ നോട്ട് ഗ്രോ ബിക്കോസ് ദർ ഇസ് നോ വാട്ടർ ഇൻ ദ ഗ്ലാസ് ജാർ. ഈ ഗ്ലാസ് ജാറിൽ വെള്ളം ഇല്ലാത്ത കാരണം ഒന്നുമില്ലാത്ത കാരണം ഈ ചെടി എന്ത് ചെയ്യും? ഉണങ്ങിപ്പോവും. ഓക്കെ, അപ്പൊ പിക്ചർ 2ന്റെ സിറ്റുവേഷൻ നമുക്ക് എഴുതിയാലോ. പിക്ചർ 2 എന്താണ്? ദ മഷിത്തണ്ട് പ്ലാന്റ് വിൽ ഗ്രോ ഓർ സർവൈവ് ബിക്കോസ് ദർ ഇസ് വാട്ടർ ഇൻ ദ ഗ്ലാസ് ജാർ. അപ്പൊ ഈ വെള്ളത്തിൽ നിന്നുള്ള വാട്ടറും മിനറൽസ് ഒക്കെ വലിച്ചെടുത്തിട്ട് ഈ പ്ലാന്റ് ഗ്രോ ചെയ്യും, പക്ഷെ ഈ പ്ലാന്റ് വളരില്ല. ഓക്കെ, ഇങ്ങനെയാണ് കൂട്ടുകാരെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, അടുത്തതിലേക്ക് നോക്കിയാലോ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം ഇൻ പ്ലാന്റ്സ്? അപ്പോൾ ഒരു ചെടിയിൽ വേരുകളും തണ്ടുകളുടെയും സ്റ്റെമ്മിന്റെയും ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൂട്ട്സ് നോക്കിയാലോ കൂട്ടുകാരെ. റൂട്ട്സ് എന്തൊക്കെയാണ്? റൂട്ട്സ് അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. ഓക്കെ, അപ്പം മണ്ണിൽ നിന്നുള്ള വെള്ളവും പിന്നെ ന്യൂട്രിയൻസും മിനറൽസ് ഒക്കെ വലിച്ചെടുത്തിട്ട് പ്ലാന്റിനെ ഗ്രോ ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? വേര് സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്താണ് വേര് ഹെൽപ്പ് ചെയ്യുന്നത്? റൂട്ട്സ് ഹോൾഡ് ദ പ്ലാന്റ് ഫേംലി ഇൻ ദ സോയിൽ. അപ്പം ഒരു ചെടിയെ നേരെ നിർത്താൻ വേണ്ടിയിട്ട്, വീണു പോവാതെ നേരെ നിർക്കാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റൂട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രിവെന്റിങ് ഇറ്റ് ഫ്രം ബീങ് അപ്രൂട്ടഡ്. വീണു പോവാതെ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? റൂട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ റൂട്ടിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി സ്റ്റെമ്മിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ. Stem provides structural support holding the plant upright. അപ്പൊ സ്റ്റെമ്മും എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സൂര്യപ്രകാശത്തിന്റെ നേരെ വളരാനും അതേപോലെ നേരെ നിൽക്കാനും റൂട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ സ്റ്റെമ്മും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
പിന്നെ എന്താണ് സ്റ്റെം ഹെൽപ്പ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് sugars throughout the plants, connecting roots to leaves and other parts. നിങ്ങളിങ്ങനെ എഴുതിയാൽ മതി. എന്താണ് സ്റ്റമ്മിലൂടെയാണ്. ഇപ്പം നമ്മൾ ഇപ്പുറത്ത് പറഞ്ഞു വേരിലൂടെ എന്തെടുക്കുന്നുണ്ട്? വാട്ടറും മിനറൽസും പിന്നെ പ്ലാന്റിന് വേണ്ടി ആവശ്യമുള്ള വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ സോയിലിന് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ സോയിലിന് റൂട്ട് വഴി എടുത്തിട്ട് സ്റ്റമ്മിലൂടെയാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ലീവ്സിലേക്കും അതർ പാർട്സ് ഓഫ് പ്ലാന്റിന്റെ വേറെ ഭാഗങ്ങളിലേക്കും പോകുന്നത്. അതിനെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കണക്ഷൻ ആരാണ്? സ്റ്റെം ആണ്. ഓക്കെ, അപ്പൊ റൂട്ടിൽ നിന്ന് എടുക്കുന്ന വാട്ടർ മിനറൽസ് ലീവ്സിലേക്ക് എത്താൻ വേണ്ടി അവിടെ ഒരു കണക്ഷൻ ആയിട്ട് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്റ്റെം ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെം ഓൾസോ അലൗസ് പ്ലാന്റ് ടു ഗ്രോ ടോളർ, റീച്ചിങ് ടുവേർഡ്സ് സൺലൈറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. പിന്നെ സ്റ്റെം എന്തിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സൺലൈറ്റ് ഏത് ദിശയിലിരുന്നാണ് കിട്ടുന്നത് ആ ദിശയിലേക്ക് ചെരിഞ്ഞും വളഞ്ഞും സൺലൈറ്റ് കൂടുതൽ കിട്ടി ഇലകൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന രീതിയിലേക്ക് വളഞ്ഞും തിരിഞ്ഞൊക്കെ എന്താണ് ഗ്രോ ചെയ്യാനും കൂടെ ആര് സഹായിക്കുന്നുണ്ട്? സ്റ്റെം സഹായിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതിയാൽ മതി കൂട്ടുകാരെ. ഓക്കെ, അടുത്ത നോക്കിയാലോ. ആക്ടിവിറ്റി 1B ലീവ്സ് ഫ്ലവേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ എയില് ഒബ്സർവ് the leaves given above and note their peculiarities. അപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ കൂട്ടുകാരെ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിലുള്ള ലീവ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടാവുക? ഇതൊക്കെ നമ്മൾ ഓരോരോ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ളത്. ഇത് യൂണിറ്റ് 1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൽ ഏതൊക്കെയാണ്? ഇത് ഗിവൺ ലീവ്സ് ഡിഫർ ഇൻ എന്തൊക്കെ സൈസിൽ എന്തൊക്കെ രീതിയിലാണ് ഇവര് മാറ്റങ്ങൾ ഇവർക്കുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്താണ്? സൈസ്. ഇവിടെ നോക്കിയാൽ അറിയാം ഓരോ ലീഫിനും ഓരോ സൈസാണ്. എല്ലാവർക്കും ഒരു സൈസാണോ? അല്ല, ഓരോന്നിനും ഓരോ സൈസാണ്. പിന്നെ ഷേപ്പോ? ഷേപ്പും എല്ലാത്തിനും ഡിഫറെൻറ്റ് ഷേപ്സ് ആണ്. ഓക്കെ, വീനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇലേൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വെയിൻസിന്റെ എന്താണ് പോകുന്ന രീതി, അതും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഓരോ ലീവ്സിനും സെയിം കളറാണോ? ആയിരിക്കില്ല, ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും. അപ്പൊ ഇത്രയും ലീവ്സ് ഏതൊക്കെ രീതിയിലാണ് ഡിഫർ ചെയ്യുന്നതെന്ന് നമ്മളിവിടെ എഴുതിയാൽ മതി. എന്തൊക്കെയാണ്? 1 ഷേപ്പ്, 1 സൈസ്, 2 ഷേപ്പ്, 3 വേരിയേഷൻ ആൻഡ് 4 കളർ. ഓക്കെ, കൂട്ടുകാർ ഈ ഉത്തരം കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. Put wrong against the incorrect statement given below. അപ്പോൾ റോങ് മാത്രം ഇട്ടാൽ മതി, കറക്റ്റ് ഇടണ്ട. ഓക്കെ, put wrong against the incorrect statement given below. ഇതിൽ തെറ്റായിട്ടുള്ള സെന്റൻസിൽ തെറ്റിടാനാണ് പറഞ്ഞിരിക്കുന്നത്. Flowers are of different colors. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. പൂക്കളെല്ലാം ഒരേ കളറിലല്ല ഉണ്ടാവുക, ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഉണ്ടാവുക. All plants bloom. എല്ലാ ചെടികളും വിരിയുമോ? എല്ലാ ചെടിയിലെയും പൂക്കൾ വിരിയുമോ? ഒരിക്കലുമില്ല. പൂക്കൾ ഇല്ലാത്ത ചെടികളും ഉണ്ട്. അപ്പൊ അതെന്താണ്? തെറ്റാണ്. ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റ് ഹാവ് ഫ്രാഗ്രൻസ്. അത് ശരിയാണ്. രാത്രി വിടരുന്ന പൂക്കൾക്ക് മണമുണ്ടാവും. അതിന്റെ എക്സാമ്പിൾ ആണ് നിശാഗന്ധി. ഓക്കെ, അപ്പൊ ഇത് ശരിയാണ്. ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ്. അതും ശരിയാണ്. എല്ലാ ഫ്ലവേഴ്സും ഫ്രൂട്ട് ആയിട്ട് മാറുമോ? ഒരിക്കലും ഇല്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. റൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ നമ്മളിപ്പോൾ ഫ്ലവേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഫ്ലവേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കൂട്ടുകാരെ? ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഹണി ഉണ്ടാകും, തേൻ ഉണ്ടാക്കും. ആ തേൻ ആര് കുടിക്കും? ബട്ടർഫ്ലൈസ് ആൻഡ് ബീസ്. സാധാരണ എന്താണ്? ഫ്ലവേഴ്സ് അട്രാക്ട് ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ്. ഓക്കെ, പിന്നെ എന്താണ് പ്ലാന്റ്സിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്? ഫ്ലവേഴ്സ് ഹെൽപ്സ് ഇൻ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫ്ലവേഴ്സ് ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് ഡൈസ്. ചായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് കളേഴ്സിന്റെ ഫ്ലവർ എടുത്തിട്ട് അതിലുള്ള കളർ സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടും. അതിനു വേണ്ടിയിട്ടും പൂക്കൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്? ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്രിപ്പയറിംഗ് മെഡിസിൻസ്. അപ്പൊ പലതരം മെഡിസിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആയുർവേദ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെടികളുടെ പൂക്കൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് തുളസിയൊക്കെ. ഓക്കെ, അടുത്തത് നോക്കിയാലോ. ആക്ടിവിറ്റി 2 റെയിൻ. ചാൻസസ് ഫോർ ഹെവി റെയിൻ ഇൻ ദ സ്റ്റേറ്റ്.
അപ്പൊ എന്താണ് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ മഴ പെയ്യാൻ ചാൻസസ് ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് മഴ പെയ്യാൻ ചാൻസസ് ഉണ്ടെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചേഞ്ച് ഇൻ റെയിൻ അലേർട്ട് എന്ന് പറഞ്ഞാൽ റെയിൻ അലേർട്ടിൽ ഡിഫറൻസ് ഉണ്ട്. യെല്ലോ അലേർട്ട് ഇൻ എറണാകുളം ഇടുക്കി ഡിസ്ട്രിക്ട്. അപ്പം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലേർട്ട് ഉണ്ട്. റെഡ് അലേർട്ട് ഉണ്ട്, ഓറഞ്ച് അലേർട്ട് ഉണ്ട്, യെല്ലോ അലേർട്ട് ഉണ്ട്. ഓക്കെ, അങ്ങനെ. അപ്പൊ യെല്ലോ അലേർട്ട് എവിടെയാണ്? എറണാകുളം ഇടുക്കി ഡിസ്ട്രിക്ട്സിലാണ്. വാവ്, എ റിലീഫ് ഫ്രം ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചൂടിൽ നിന്നൊരു ആശ്വാസം. റെയിൻ അഗെയിൻ ഇൻ കേരള അലേർട്ട് ഇൻ 7 ഡിസ്ട്രിക്ട്. അപ്പൊ ചൂടുകാലത്ത് ഒരു മഴ പെയ്യുന്ന സമയത്ത് എന്താണ്? നമുക്കൊരു റിലീഫാണ്. അപ്പൊ ഏതൊക്കെ ജില്ലകളിൽ പെയ്യുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ റെയിൻഫോൾ. അപ്പൊ നമ്മൾ റെയിൻഫോളിന്റെ ചാപ്റ്റർ പഠിച്ചപ്പം നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് ആ ഇൻസ്ട്രുമെന്റിന്റെ പേര്? റെയിൻ ഗേജ്. ഓക്കെ, യൂണിറ്റ് 3 വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ റെയിൻ ഗേജിനെ പറ്റി പഠിച്ചിരിക്കുന്നത്. അപ്പം റെയിൻഫോൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് റെയിൻ ഗേജ്. ഓക്കെ, അടുത്ത നോക്കിയോളൂ കൂട്ടുകാരെ. Explain the method for making an instrument using the materials available at the home to measure the amount of rainfall that you receive. Okay, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മെത്തേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ് യൂസ് ഫോർ നമുക്ക് റെയിൻഫോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കണം. ആ ഇൻസ്ട്രുമെന്റിന് എന്തൊക്കെ റോ മെറ്റീരിയൽസ് വേണം, പിന്നെ അത് ഉണ്ടാക്കുന്ന മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റെയിൻഫോൾ മെഷർ ചെയ്യുന്ന സാധനം എന്താണ്? റെയിൻ ഗേജ്. അപ്പൊ റെയിൻ ഗേജ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനം വേണം, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിവിടെ എഴുതി കൊടുക്കണം. അപ്പൊ കൂട്ടുകാർ എങ്ങനെ എഴുതണം നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് മെറ്റീരിയൽസ് നീഡഡ്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടത്? ഒരു ഗ്ലാസ് ജാർ വേണം. ഓക്കെ, പിന്നെന്താണ്? ഒരു ഫണൽ വേണം. ഓക്കെ, പിന്നെ ഒരു സ്കെയിൽ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് റെയിൻ ഗേജ് ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ എങ്ങനെയാണ് റെയിൻ ഗേജ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിക്സ് ഇത് സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ. ആദ്യം ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്കെയിൽ ഫിക്സ് ചെയ്ത് വെക്കുക. പ്ലേസ് ദ ഫണൽ ഓൺ ദ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ. ഒരു ഫണൽ എടുത്തിട്ട് ഈ ഗ്ലാസ് ബോട്ടിലിന്റെ ടോപ്പിൽ വെക്കുക. ഓക്കെ, ഫിക്സ് ദ ബോട്ടിൽ ഇൻ ദ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. എന്നിട്ട് ഈ ബോട്ടിൽ എടുത്തിട്ട് മഴ വരുന്ന തുറന്ന സ്ഥലത്ത് വെക്കണം. മരത്തിന്റെ അടിയിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ അടിയിലോ വെക്കരുത്. ഓക്കെ, നോട്ട് ഡൗൺ ദ വാട്ടർ ലെവൽസ് അറ്റ് ഫിക്സഡ് ഇന്റർവെൽസ്. എന്നിട്ട് ഫിക്സഡ് ഇന്റർവെല്ലിൽ ഈ എത്രത്തോളം വെള്ളം ഇവിടെ മഴ പെയ്യുമ്പോൾ ഈ ജാറിലേക്ക് മഴവെള്ളം വരുന്നുണ്ടെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ പ്രാവശ്യം നോട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഈ ജാറിലെ വെള്ളം മറിച്ച് കളഞ്ഞിട്ട് വേണം രണ്ടാമത് വെക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ മെഷർമെന്റിൽ തെറ്റുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാര്യം ഏത് യൂണിറ്റിലാണ് പഠിച്ചിരിക്കുന്നത്? യൂണിറ്റ് 3 വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുന്ന പോർഷനിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഒന്നും കൂടെ നോക്കണമെങ്കിൽ യൂണിറ്റ് 3 വാട്ടർ ആൻഡ് സോയിലിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ. വാട്ട് ചേഞ്ചസ് occur in our surrounding after rain? ഈ കാര്യം നമ്മൾ ഈ യൂണിറ്റിൽ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. യൂണിറ്റ് 3 തന്നെ വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുന്ന യൂണിറ്റിൽ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. എന്തൊക്കെ ചേഞ്ചസ് ആണ് മഴ പെയ്ത് കഴിയുമ്പോൾ നടക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാന്ന് കൂട്ടുകാരൊന്ന് ഓർത്ത് നോക്കി നമുക്ക് എഴുതിയാലോ. സോയിൽ ഗെറ്റ്സ് വെറ്റ് ആൻഡ് ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? സോയില് മഴ നനയുകയും ചെയ്യും, അതേപോലെ എന്താ വെള്ളം കൊണ്ട് ഈർപ്പം കെട്ടി നിൽക്കും. ഓക്കെ, പ്ലാന്റ്സ് ഗെറ്റ് വാട്ടർ ഫോർ ദെയർ ഗ്രോത്ത്. അപ്പം ചെടികൾക്കൊക്കെ വെള്ളം കിട്ടുമ്പോൾ അത് ഒന്നും കൂടെ ഉഷാറായിട്ട് വളരാൻ തുടങ്ങും. പിന്നെന്താണ്? പോണ്ട്സ്, റിവേഴ്സ് ആൻഡ് വെൽസ് വിൽ ബി ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പൊ ഈ വറ്റി വരണ്ട് കിടക്കുന്ന കുളങ്ങളും നദികളും കിണറുകളിലൊക്കെ എന്താണ്? വെള്ളം നിറയും. പിന്നെന്താണ്? സീഡ് സ്റ്റാർട്ട്സ് ടു സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തുകളൊക്കെ മുളയ്ക്കാൻ തുടങ്ങും. വൈൽഡ് ആനിമൽസ് ഗെറ്റ് വാട്ടർ ടു ഡ്രിങ്ക്. അപ്പൊ ഈ കാടുകളിലൊക്കെ വറ്റി വരണ്ട് കിടക്കുന്ന നദികളും കുളങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൽ വെള്ളം നിറയുമ്പം അവിടെയുള്ള ആനിമൽസിന് വെള്ളം കുടിക്കാൻ എന്താണ്? ഈ റെയിൻ കഴിയുമ്പോൾ വെള്ളം കിട്ടും. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഈ ഉത്തരം കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 3 ക്രീച്ചേഴ്സ് ഫീച്ചേഴ്സ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെർബിവോർസ്, കാർണിവോർസ്, ഓംനിവോർസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ യൂണിറ്റിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വാട്ട് ആർ ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ഹെർബിവോർസ് ആൻഡ് കാർണിവോർസ്? അപ്പൊ ഹെർബിവോർസ് എന്ന് പറയുന്നത് എന്താണ്, കാർണിവോർസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് മെറ്റീരിയൽ മാത്രം കഴിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെർബിവോർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ബോഡി ഫീച്ചേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പം മെയിൻ ബോഡി ഫീച്ചർ എന്താണെന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സ്ട്രക്ചർ ഓഫ് ടീത്ത് ഓഫ് ഹെർബിവർ ഈസ് സ്യൂട്ടഡ് ടു chew plants എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്ലാറ്റ് ടീത്ത് ആണ് ഉണ്ടാവുക. ഫ്ലാറ്റ് ടീത്ത് ടു chew plants. അതിന്റെ എക്സാമ്പിൾ കൗ കൊടുക്കാം, ഡിയർ കൊടുക്കാം, ബഫല്ലോ കൊടുക്കാം. അതൊക്കെ എക്സാമ്പിൾ ആയിട്ടും ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, കൂട്ടുകാർക്ക് അതും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഹെർബിവോർസിൻ്റെത്. ഓക്കെ, ഇനി കാർണിവോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റ് മാത്രം കഴിക്കുന്ന ആനിമൽസിനെ പറയുന്നതാണ് കാർണിവോർസ്. ദി ക്രീച്ചേഴ്സ് ദാറ്റ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് ആർ കോൾഡ് കാർണിവോർസ്. ഇവിടെ അവരൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്താണ് ഉണ്ടാക്കുക? ഷാർപ്പ് പോയിന്റഡ് ടീത്ത് ഉണ്ടാവും. പിന്നെ എന്താണ് അവർക്ക് ഉണ്ടാവുക? കാർണിവോർസ് യൂസ് ദർ ഷാർപ്പ് നെയിൽസ് ടു അറ്റാക്ക് ദ പ്രേ. അവരുടെ ഷാർപ്പ് പോയിന്റഡ് ആയിട്ടുള്ള നെയിൽസ് യൂസ് ചെയ്തിട്ട് എന്താണ് പ്രേനെ പിടിക്കും. പിന്നെ ദേ യൂസ് ഷാർപ്പ് പോയിന്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ടിയർ ദ പ്രേ. ഇവിടെ പോയിന്റഡ് ടീത്ത് കൊടുത്തിട്ടുണ്ട്, അത് തന്നെയാണ് ഇവിടെ ഇലാബറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ദേ യൂസ് ദർ ഷാർപ്പ് പോയിന്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ടിയർ ദ പ്രേ. ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? ലയൺ, ടൈഗർ ഒക്കെ എക്സാമ്പിൾ ആണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ഡിയേഴ്സിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഷാർപ്പ് നെയിൽസും ടീത്ത് യൂസ് ചെയ്തിട്ടാണ് അവർ ഡിയേഴ്സിനെയും ബഫല്ലോസിനെയും കൗസിനെയൊക്കെ പിടിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, the body features of the creatures based on how they catch their prey are given below. Identify the creature and write their names. അപ്പം ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഏത് ആനിമൽസ് ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നോക്കിയാലോ. ഫ്ലാറ്റ് ബീക്സ് ഹെൽപ്പ് ടു ഹോൾഡ് ഫിഷ് ഇൻ ദെയർ മൗത്ത്. ഫ്ലാറ്റ് ബീക്സ് ആർക്കാണുള്ളത്? താറാവ് അല്ലെങ്കിൽ ഡക്കിനാണ് ഉള്ളത്. ഡക്ക് എന്ത് ചെയ്യും? പോണ്ടിൽ ഇങ്ങനെ ഫ്ലാറ്റ് ബീക്സ് വെച്ചിട്ട് മീനിനെ പിടിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ഏതാ നോക്കിയാലോ. ദേ യൂസ് ദർ റാപ്പിഡ് സ്റ്റിക്കി ടങ് ടു ക്യാച്ച് ദർ പ്രേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഫ്രോഗ്സിനാണ് എന്താണ് എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കി ടങ്സ് ഉള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു പ്രേ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ നാക്ക് പുറത്തേക്കിട്ട് വലിച്ചിട്ടാണ് ആ പ്രേനെ പിടിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കാം. ഫ്രോഗ്, കിങ്ഫിഷർ അല്ല. ക്രോക്കഡൈൽ ഡക്ക് അല്ല. ഡക്ക് ഫ്രോഗ്. ഓക്കെ, ഡക്ക് ഫ്രോഗ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം ഇത് ഏത് യൂണിറ്റിലാണ്? ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടന്നാലോ. ആക്ടിവിറ്റി 4 includes 2 questions, 4A and 4B. ആൻസർ എനി വൺ കംപ്ലീറ്റ്ലി. ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. ഞാൻ എല്ലാ ആൻസേഴ്സും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ടിവിറ്റി 4A എന്താണ്? ഫ്ലട്ടറിംഗ് കളർഫുൾ വിങ്സ്. ഓക്കെ, the children have decided to set up a butterfly garden in the school biodiversity park. Name the suitable plants that can be grown there. അപ്പം നമ്മൾ കൂട്ടുകാരെ യൂണിറ്റിൽ നമ്മൾ EVS യൂണിറ്റിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പോയി കാണാവുന്നതാണ്. അപ്പൊ ഏതൊക്കെ ചെടികളാണ് ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? കറി ലീവ്സ്, ലെമൺ പ്ലാന്റ്, അരളി പ്ലാന്റ്, കൃഷ്ണകിരീടം. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഇസ് നോട്ട് എ ബട്ടർഫ്ലൈ. അപ്പം നമ്മൾ കുറേ ബട്ടർഫ്ലൈസിന്റെ പേരൊക്കെ, സദേൺ ബേർഡ് വിങ്, പിന്നെ കേരളത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ബട്ടർഫ്ലൈ, പിന്നെ അങ്ങനെ ജില്ലയുടെ, അങ്ങനെ കുറേ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ, അങ്ങനെ കുറേ ബട്ടർഫ്ലൈസിന്റെ പേര് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ബട്ടർഫ്ലൈ അല്ലാത്തതെന്നാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കിയാലോ. തൗണി കോസ്റ്റർ, കോമൺ പൈററ്റ്, ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, കോമൺ മൊർമോൺ, മൽബാർ ബാൻഡഡ് പീകോക്ക്. ഇതൊക്കെ എന്താണ്? ബട്ടർഫ്ലൈസ് തന്നെയാണ്. ആനറാഞ്ചി, പിന്നെന്താണ്? മഞ്ഞക്കറുപ്പൻ. ഇത് രണ്ടും ഏതാണ്? ബേർഡ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. ഇനി അടുത്ത എന്താണ്? ദ ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈസ് ഈസ് ഗിവൻ ബിലോ. അപ്പൊ ഇവിടെ എന്താണ്? ബട്ടർഫ്ലൈന്റെ ഒരു ലൈഫ് സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ഫിൽ ഇത് മിസ്സിംഗ് സ്റ്റേജ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിൽ മിസ്സിംഗ് സ്റ്റേജ് കണ്ടുപിടിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയണം. അപ്പൊ നമ്മളൊരു ബട്ടർഫ്ലൈന്റെ ലൈഫ് സ്റ്റേജ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് എന്താണ്? എഗ് ആണ്. എഗ് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടാവുക? ലാർവയാണ് ഉണ്ടാവുക. ലാർവ കഴിഞ്ഞ് പ്യൂപ്പയായി മാറും. പ്യൂപ്പയിൽ നിന്നാണ് എന്തായി മാറുന്നത്? ബട്ടർഫ്ലൈ ആയി മാറുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആക്ടിവിറ്റി 4B, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. അപ്പൊ ഇവിടുത്തെ പാസേജ് വായിച്ചു നോക്കാം. എന്താണ് ഇത്? ക്രീച്ചേഴ്സ് അറൌണ്ട് അസ് ആൻഡ് ദെയർ ഫുഡ് ഹാബിറ്റാറ്റ്സ് ആർ ഡിഫറെന്റ്. നമ്മുടെ ചുറ്റുമുള്ള ക്രീച്ചേഴ്സും അതിന്റെ ഫുഡ് ഹാബിറ്റാറ്റ്സും എന്താണ്? ഡിഫറെന്റ് ആണ്. ആനിമൽസ് ലൈക്ക് കൗ, ഗോട്ട് ആൻഡ് ഡിയർ ആർ ഹെർബിവോർസ്. കൗവ്, പശു, ആട്, മാൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഹെർബിവോർസ്. ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സിനെ മാത്രം കഴിക്കുന്നത്. ആനിമൽസ് ലൈക്ക് ലയൺ, ടൈഗർ ആൻഡ് കാറ്റ്സ് ആർ കാർണിവോർസ്. ലയണും ടൈഗറും ഒക്കെ എന്താണ്? ഇറച്ചി മാത്രം കഴിക്കുന്നതാണ്, കാർണിവോർസ്. ബട്ട് സം ആനിമൽസ് ഈറ്റ് ബോത്ത്. അപ്പൊ ചില ആനിമൽസ് എന്താണ്? പ്ലാന്റ്സും കഴിക്കും, പിന്നെന്താണ്? മീറ്റും കഴിക്കും. സച്ച് ആനിമൽസ് ആർ നോൺ ആസ് ഓംനിവോറസ്. അപ്പൊ ഇത് രണ്ടും കഴിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? ഓംനിവോറസ് എന്ന് പറയും. ക്രോസ്, ഹ്യൂമൻസ് ആൻഡ് ആൻസ് ആർ ആനിമൽസ് വിത്ത് സച്ച് എ ഡയറ്റ്. അപ്പൊ ഓംനിവോറസിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ക്രോസ് കാക്ക, മനുഷ്യര്, ആൻസ്. ഓക്കെ. Humans provide cooked vegetables food to cat and dog that they are considered as carnivores. അപ്പൊ എന്താണ്? മനുഷ്യന്മാര് വളർത്തുന്ന പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ കുക്ക്ഡ് വെജിറ്റബിൾസ് ഹ്യൂമൻസ് കൊടുക്കാറുണ്ടെന്ന് പറയുന്നത്. ഓക്കെ. ദേ ആർ കൺസിഡേർഡ് ആസ് കാർണിവോർസ്. പക്ഷെ അവരെന്താണ്? അവർ ശരിക്കും എന്താണ്? മീറ്റ് മാത്രം കഴിക്കുന്ന വർഗത്തിൽപ്പെട്ടവരാണ്. Now complete the list given below by including more creatures you know. അപ്പൊ ഓരോ വിഭാഗത്തിലും പെട്ടത് നിങ്ങൾക്ക് അറിയാവുന്നതിൽ ഇതിൽ കൊടുക്കാത്ത വേറെ നിങ്ങൾക്ക് അറിയാവുന്നത് ഇൻക്ലൂഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാർണിവോർസിൽ ഏതൊക്കെയാണ് വരുന്നത്? വൾച്ചേഴ്സ്, ഈഗിൾ, ലിസാർഡ്. ഓക്കെ. ഹെർബിവോർസിൽ എലിഫന്റ്, റാബിറ്റ്, ബഫലോ, ബട്ടർഫ്ലൈസ്. ഓക്കെ. ഓംനിവോറസിൽ ഹെൻ, റാറ്റ്. അപ്പൊ നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾസ് അറിയാമെങ്കിൽ അത് എഴുതാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടന്നാലോ. മാർക്ക് റൈറ്റ് ഓർ റോങ് against the statement related to food habits of creatures. അപ്പൊ ഇവിടെ തെറ്റും ശരിയും, ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ശരിയുള്ളത് ശരിയെന്നും തെറ്റുള്ളത് തെറ്റും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. All creatures search for food in different ways. ഓരോ ക്രീച്ചേഴ്സും അവരുടേതായ രീതിയിലാണ് ഫുഡിന് വേണ്ടി സെർച്ച് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ശരിയാണ്. There are creatures that don't need food. അത് തെറ്റാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ക്രീച്ചേഴ്സിനും ഫുഡ് വേണം. ആ ഫുഡിൽ നിന്ന് എനർജി കിട്ടിയാലേ അവർക്ക് ജീവിക്കാനും വളരാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇത് തെറ്റാണ്. The body features help some creatures catch their prey. കറക്റ്റ് ആണ്. ഓക്കെ. ബോഡി ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, കാർണിവോർസിന് ഷാർപ്പ് നെയിൽസ്, ഷാർപ്പ് ടൂത്തും ഉണ്ടാവും പ്രേനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഹെർബിവോർസിന് എന്താണ്? ഫ്ലാറ്റ് ടീത്ത് ആയിരിക്കും ഈ പുല്ലും ചെടികളൊക്കെ കടിച്ചു തിന്നാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഓൾ ഓർഗാനിസംസ് ആർ ഹെർബിവോർസ്. അത് തെറ്റല്ലേ? ഓൾ ഓർഗാനിസം ഹെർബിവോർസ് ആണോ? അല്ല. ഹെർബിവോർസ് ഉണ്ട്, കാർണിവോർസ് ഉണ്ട്, ഓംനിവോർസ് ഉണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആക്ടിവിറ്റി 5, ക്രീച്ചേഴ്സ് ആർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ ഗിവൻ ബിലോ ഇസ് ദ ലിസ്റ്റ് ഓഫ് സം ഡൊമസ്റ്റിക് ആനിമൽസ്. ഇവിടെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് ആനിമൽസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദർ ബെനിഫിറ്റ് ടു അസ്. ഈ ഭാഗത്ത് അവരെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് പെയർ ഫ്രം ദിസ്. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് എന്താണ്? ഹെൻ. ഹെന്ന് കോഴി നമുക്ക് എന്താ തരുന്നത്? എഗ്. കണ്ടോ, ഇവിടെ എച്ചില് എഗ് കൊടുത്തിട്ടുണ്ട്. പീജിയന് നമ്മൾ എന്തിനാണ് വളർത്തുന്നത്? ഫോർ പ്ലഷർ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ പശുവിനെ എന്തിനു വേണ്ടിയിട്ടാണ് വളർത്തുന്നത്? പാലിന് വേണ്ടിയിട്ടാണ്, മിൽക്ക്. ഓക്കെ. അതേപോലെ ഡോഗിന് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാണ്. അപ്പൊ ഇങ്ങനെ മാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ഏത് ഓപ്ഷനാ കണ്ടുപിടിക്കണം. അപ്പൊ കൂട്ടുകാരെന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എ ഹെന്ന് എച്ച് ആണ്. അപ്പൊ എ എച്ച് ആണ് ഫസ്റ്റ് വരിക. ഓക്കെ. എ എച്ച് 1 2 3 എണ്ണം ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. പീജിയൻ. അപ്പൊ നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് ഈ 3 എണ്ണം ഇനി കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഈ 3 എണ്ണം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഈ സി ഒഴിവാക്കിയിട്ട്. സി ഓൾറെഡി തെറ്റാണ്, നമുക്ക് എഴുതേണ്ട കാര്യമില്ല. പിന്നെ പീജിയൻ. പീജിയൻ ബി ആൻഡ് ജി ആണ്. ബി ജി വരുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ബി ജി വരുന്നത് ഇത് രണ്ടുമാണ്. ഓക്കെ. ബിയും ഡിയും. അപ്പൊ ഇത് രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. എയും സിയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പം എ എച്ചും പിന്നെ ബി ജിയും ആണ്. ഇനി കൗ നോക്കിയാലോ. സിഇ ആണ്. അപ്പൊ സിഇ. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ആൻസറിലേക്ക് എത്തി. ഇവിടെ എന്താണ്? സി എഫ് ആണ്. സി എഫ് തെറ്റാണ്. അപ്പൊ ലാസ്റ്റ് വൺ നോക്കിയാലോ. ഡോഗ്. ഡോഗിൻ്റെത് ഡി
എഫ് ആണ്. നോക്ക് DF. അപ്പൊ ഈ ഓപ്ഷൻസ് ആണ് കറക്റ്റ്. അപ്പൊ നമ്മൾ ആൻസർ എന്ത് ചെയ്ത ഈ D എന്ന് എഴുതുക. എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ മാച്ച് ദ ഫോളോയിങ് നിന്ന് ഈ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അറേഞ്ച് ദ ആനിമൽസ് ഗിവൺ ഇൻ ദ ടേബിൾ ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ഹെൻ കൊടുത്തിരുന്നു, പീജിയൻ, ഡോഗ്, കൗ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സൈസ് അനുസരിച്ച് എഴുതാനാണ്. പ്രാവാണ് ഏറ്റവും ചെറുത്, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കോഴി ഹെൻ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഡോഗ് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് കൗ വരുന്നത്. ഓക്കെ, അപ്പൊ കൂട്ടുകാർ ഇത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ കൂട്ടുകാരെ. Complete the list given below by including the creatures commonly found around your home and their movements. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളിന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആനിമൽസും അവരുടെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നമ്മളിവിടെ എഴുതണം. ഫസ്റ്റ് വണ്ണ് കൊടുത്തിട്ട് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്നേക്ക്, ക്രോൾ. അപ്പൊ പാമ്പ് എന്താ ചെയ്യുക? എഴയാണ് ചെയ്യുക. അതേപോലെ കൂട്ടുകാർ ഏതെങ്കിലും ആനിമൽസ് എങ്ങനെയാണ് അത് മൂവ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എഴുതാം. ഞാൻ എക്സാമ്പിളിന് കൊടുത്തിരിക്കുന്നത് ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകൾ എന്താ ചെയ്യുക? പറക്കുകയാണ് ചെയ്യുക. കൗ എന്താ ചെയ്യുക? വാക്ക്, നടക്കുകയാണ് ചെയ്യുക. ഫ്രോഗ് എപ്പോഴും എന്താ ചെയ്യുക? ചാടി പോവുകയാണ് ചെയ്യുക. പിന്നെ അത്രയാണ് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം വേറെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.